ഇഷ്ടമായോ? വയനാട് ഇഷ്ടമായോ? വയനാട് ഇഷ്ടമായി. വയനാട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളോട് ചെയ്യണം. ഈ സാധനം ഇങ്ങനെ വലിച്ചെറിയരുത്. വെറുതെ വയനാട്ടിൽ വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ പൈസ ഉണ്ടാവും, നിങ്ങൾ വലിയ പണ്ഡിതനായിരിക്കും, വിവരമുള്ള ആൾക്കാരായിരിക്കും. സംസ്കാരം കളയരുത്. 4 പേര് സഞ്ചരിക്കുന്ന കാറിൽ വരുമ്പോൾ നിങ്ങൾ തീരുമാനിക്കേണ്ടത് ആ മാലിനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകും. ഇതില് വെച്ചാൽ ശരിയാവില്ല. ഒന്നും എറിയുന്നില്ല. സന്തോഷമായി. അകേഷിത ഒരു പ്രചണ്ഡ വേഷത്തിലാണ് ഇന്നുള്ളത്. വയനാടിനെ സംരക്ഷിക്കുന്നതാ. ഇവിടെയൊക്കെ വേസ്റ്റ് വീണ്ടും ഇട്ടിട്ടോ കണ്ടോ, ഫുള്ള് നമ്മൾ നന്നാക്കിയല്ലേ. അപ്പൊ അതിനെതിരെ നമ്മൾ ഇതാ കവാടത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അത് സുഹൃത്തുക്കളെ, ആരിസ് വൈദ്യരാണ് നമ്മളെ പുതിയൊരു അതിഥി മാർട്ടിനായിട്ടുണ്ട്. അതേമാതിരി തന്നെ അകേഷിത പ്രചണ്ഡ വേഷത്തിലുണ്ട്. നമ്മൾ വയനാട് വൈത്തിരിയെ ഒന്നും കൂടി നമ്മളൊരു ബോധവൽക്കരണത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയാട്ടോ. അപ്പൊ നമുക്ക് ഇനി അകേഷിന് എന്താ പറയാനുള്ളത്? ഇതിന്റെ തുടക്കം കുറിക്കുകയാണ് പോലെ നമ്മളല്ലേ. അപ്പൊ അകേഷിന് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. ബഹുമാനപ്പെട്ട വിനോദസഞ്ചാരികളെ, എൻ്റെ പേര് വൈത്തിരി. ഞാൻ വളരെ മനോഹരമാണ്. നിങ്ങൾ എന്നെ കാണാനാണ് വരുന്നത്. നിങ്ങൾ ഇനി വൈത്തിരി വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ എൻ്റെ മുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ എന്നെ വൃത്തികേടാക്കിയിട്ട് നിങ്ങൾ പോകരുത്. ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുതൽ ഇവിടെ ചെറിയ പ്രായം മുതൽ 250 ആളുകൾ, അമ്മമാരടക്കമുള്ള 90 വയസ്സുള്ള അമ്മമാരടക്കം എല്ലാ ആളുകളും ഉൾപ്പെട്ട ഈ ലക്കിടി മുതൽ ചുണ്ട വരെ ഇത് മൊത്തം പെറുക്കി മാറ്റി എൻ്റെ ശരീരം മൊത്തം വൃത്തിയാക്കി തന്നു. വളരെ മനോഹരമായി, വളരെ വൃത്തിഹീനമായിരുന്നു. ഞാൻ മനോഹരമാക്കി തന്നു. അതിനുശേഷം ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഇതാ വീണ്ടും ഇതുപോലെ ആയിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും നല്ല പണ്ഡിതരും നല്ല പണക്കാരായിരിക്കാം, നല്ല സംസ്കാരമുള്ളവരായിരിക്കാം. നിങ്ങൾ ഈ സാധനം വലിച്ചെറിയുമ്പോൾ നിങ്ങളുടെ സംസ്കാരം ഞങ്ങൾ അളക്കുകയാണ്. നിങ്ങൾ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാമ്പേഴ്സ് പോലത്തെ സാധനങ്ങൾ വാങ്ങുന്നു, സ്നെഗ്ഗി വാങ്ങുന്നു, അവർക്ക് ഉപയോഗിക്കുന്നു, കൊടുക്കുന്നു, ഒക്കെ ശരിയല്ല. അങ്ങനെ തന്നെ വേണം. യാത്രയിൽ അത് വേണം, തീർച്ചയായും വേണം. പക്ഷെ ഇത് നിങ്ങൾ വലിച്ചെറിയുന്നത് എൻ്റെ ദേഹത്തേക്കാണ്. ഞാൻ വൈത്തിരി എന്ന് പറയുന്ന പാവപ്പെട്ട ഒരാളാണ്. വളരെ മനോഹരമായതോടെ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് ചെയ്യാണ്ടിരിക്കുക. ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ നോക്കുമ്പോൾ വയനാട് ജില്ലയിൽ മാത്രം ഒരു 100-150 ആൾക്കാര് പ്രകൃതി പരിസ്ഥിതി എന്ന് പറഞ്ഞ് ജീവിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇതിന്റെ ആളുകളാണ്. പക്ഷെ എങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത്? ഇത് പരിസ്ഥിതിയിൽ പെട്ടതല്ലേ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വിഷയം ഇതിന് പെട്ടതല്ലേ? എങ്ങനെയാണ് എന്തായാലും ഇവർ ജീവിക്കുന്നുണ്ട് കേട്ടോ, വളരെ മനോഹരമായി ജീവിക്കുന്നുണ്ട്. ഇവരൊക്കെ ഇടപെടേണ്ട ആൾക്കാരാണ്. ഇടപെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമായിട്ട് വന്നിട്ടുള്ളത്. ഇനിയുള്ള കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും. ഫൈനാണെങ്കിൽ ഫൈന്, നിയമത്തിന്റെ വഴികൾ അതിൻ്റെ നിൽക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ വൈത്തിരിയെ വേണം. കൃത്യമായിട്ട് പറയുകയാണ്, ഞങ്ങളുടെ വൈത്തിരിയെ ഞങ്ങൾക്ക് വേണം. വളരെ വൃത്തിയോടെ തന്നെ ഞങ്ങൾക്ക് വേണം. നാളെ ഇതിനെ വേറൊരു തലമുറ, നമ്മളൊക്കെയും നാളെ പോകേണ്ടവരാണ്. അപ്പോൾ ഈ സംഭവം വരുന്ന നമ്മളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തലമുറയ്ക്ക് നമ്മൾ കൈമാറി കൊടുക്കേണ്ടതാണ് ഈ വൈത്തിരിയെ. അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്.